ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതേപോലെ തന്നെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാണ്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് തട്ട് വെച്ചിട്ടുണ്ട്. തട്ടൊന്ന് ചൂടായ സമയത്തോട്ടേക്ക് ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മുന്തിരിങ്ങയും ബദാമും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അഥവാ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കുന്നില്ലെങ്കിൽ അത് ചേർക്കും വേണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് ഗീയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് ഏകദേശം ഒന്ന് റെഡിയായ സമയത്ത് ഞാനിവിടെ തട്ടിൽ നിന്ന് മാറ്റുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അഥവാ മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. എനിക്ക് ഈ ഒരു ഫില്ലിങ് ഇങ്ങനെയാണ് ഇഷ്ടം, വെറും തേങ്ങ വെച്ചിട്ട് ഇഷ്ടമല്ല. ഈ മുട്ട വറവും കൂടി ഒന്ന് മിക്സ് ആക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് തേങ്ങ ഫില്ലിങ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി ജാറിലോട്ടേക്ക് 3 ഏത്തപ്പഴം ഇതുപോലെ കട്ടാക്കി ഇട്ട് കൊടുക്കുകയാണ്. അടിച്ചെടുക്കാൻ പാകത്തിൽ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് പഴുത്ത ഏത്തപ്പഴമായിരിക്കും നല്ലത്. പിന്നെ ഇതിലോട്ടേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിവിടെ മുഴുവനായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ കുറച്ച് ലൂസ് ആവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗീ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ലൂസിൽ വേണം കേട്ടോ, അപ്പോൾ എനിക്ക് ടേസ്റ്റ്. കുറച്ച് ടൈറ്റ് ആകുമ്പോൾ കുറച്ച് ഹാർഡ് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ബാറ്റർ ലൂസായിട്ട് തന്നെ വേണം. പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഫില്ലിങ് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. സൈഡിലൊന്നും ആവാതെ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കി ബാറ്റർ കൂടി ഒഴിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതുപോലെ സൈഡിൽ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇവിടെ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാണ്. വറുത്ത് മാറ്റി വെച്ചിരുന്ന ബദാമും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഫുള്ളായിട്ട് റെഡിയാകുന്നവരെ വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പം തന്നെ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് മുകൾ വശം അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയാണ് ഈ ഒരു പോള റെഡിയാക്കുന്നത്. ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമ്മളത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു. അതിൻ്റെ ഒരു വേറൊരു മോഡലായിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.